ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രഫീൻ ആണ്. അപ്പോൾ ഈ ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക് സ്ട്രക്ചർ ആൻഡ് ഡിസ്കവറി ഓഫ് ഗ്രഫീൻ, സിന്തസൈസ് ഓഫ് ഗ്രഫീൻ, പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രഫീൻ, അപ്ലിക്കേഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഗ്രഫീൻ എന്ന് പറയുന്നത് ഒരു ഹണികോം ക്രിസ്റ്റൽ ലാറ്റിസ് പോലുള്ള സ്ട്രക്ചറാണ്, വിച്ച് ഈസ് ഈ ഹെക്സഗണൽ ലാറ്റിസ്. അതായത് കാർബണിൻ്റെ ഒരു അല്ലോട്രാപ്പാണ് ഈ ഗ്രഫീൻ എന്ന് പറയുന്നത്. ഹെക്സഗണൽ ലാറ്റിസ് കൊണ്ട് നിർമ്മിച്ച ഒരു സ്ട്രക്ചറാണ് ഗ്രഫീൻ്റെ. ഈ ഒരു എക്സ്റ്റേണൽ ലാറ്റിസ് കൊണ്ട് തന്നെ അതിന് പല ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഗ്രഫീൻ എന്ന് പറയുമ്പോൾ ഗ്രാഫൈറ്റ് കാർബണിൻ്റെ അല്ലോട്രോപ്പായ ഗ്രാഫൈറ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഒരു സിംഗിൾ ലെയറാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ള കാർബൺ ബേസ്ഡ് മെറ്റീരിയൽസിന് ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്കായിട്ടും ഈ ഗ്രഫീൻ ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ന്യൂസ് റിപ്പോർട്ട്സ് ആണ്. അതായത് ഇന്ത്യസ് ഫസ്റ്റ് ഗ്രഫീൻ സെൻറ്റർ ബിക്കംസ് റിയാലിറ്റി. അതായത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഗ്രഫീൻ ഇന്നോവേഷൻ സെൻറ്റർ വന്നത് മേക്കേഴ്സ് വില്ലേജ് കൊച്ചിയിലാണ്. അതായത് IICG എന്നാണ് ഈ ഒരു പ്രോഗ്രാമിനെ ഇന്നോവേഷൻ സെൻറ്ററിനെ വിളിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ടെക്നിക്കൽ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും സെൻറ്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജിയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സെൻറ്ററിൻ്റെ ടെക്നിക്കൽ പാർട്ട്നേഴ്സും. 86 കോടിയാണ് കേരള ഗവൺമെൻറ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗ്രഫീൻ ഇന്നോവേഷൻ സെൻറ്റർ. പിന്നെ ഈ ഒരു സെൻറ്റർ നിലവിൽ വന്നത് 5 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഗ്രഫീൻ ഓറോറോ പ്രോഗ്രാം, അതും അതായത് ലോഞ്ച് ഇൻ കേരള ടു ബ്രിഡ്ജ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഗ്രഫീൻ റിസർച്ച് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ. പിന്നെ കേരളത്തിൽ വന്ന വേറെ ഒരു പൈലറ്റ് പ്രൊഡക്ഷൻ ഗ്രഫീൻ ബേസ്ഡ് പൈലറ്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി എന്നൊരു പ്രോഗ്രാം കൂടി നിലവിൽ വന്നിട്ടുണ്ട്. ഗ്രഫീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഹണികോം ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. പിന്നെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അതായത് 3 സിഗ്മ ഒരു s ഓർബിറ്റിലും 2 p ഓർബിറ്റിലും ചേർന്നിട്ടും 3 സിഗ്മ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അതിൽ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ പൈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പൈ ബാൻഡ്. പിന്നെ ഈ സിഗ്മ ബോണ്ട്സ് ആണ് ഗ്രാഫീൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനും ഈ പൈ ബോണ്ടാണ് ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസിനും റെസ്പോൺസിബിൾ. ഇനി അടുത്ത സിന്തസൈസ് ഓഫ് ഗ്രഫീൻ പറയുകയാണെങ്കിൽ 2 അപ്രോച്ചസ് മെത്തേഡ് ഉണ്ട്. അതായത് ടോപ്പ് ഡൗൺ മെത്തേഡ്സും ബോട്ടം ഓഫ് മെത്തേഡ്സും. ഈ ടോപ്പ് ഡൗൺ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഗ്രാഫീൻ സോഴ്സായ ഗ്രാഫൈറ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിംഗിൾ ലെയറായിട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. സിംഗിൾ ലെയറായിട്ട് കിട്ടുന്ന ഗ്രാഫീനെയാണ് ഈ ടോപ്പ് ഡൗൺ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിലുള്ള ഒരു മെത്തേഡാണ് എക്സ്ഫോലിയേഷൻ ത്രൂ മെക്കാനിക്കൽ ക്ലീവേജ്. ഈ ഒരു മെത്തേഡ് പറയുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫൈറ്റിൻ്റെ കാർബൺ സോഴ്സായ ഗ്രാഫൈറ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഒരു സിംഗിൾ ലെയർ ആയിട്ടാണ് ലാസ്റ്റ് ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അഡ്ഹസീവ് ടാപ്പാണ്. അതായത് ഈ ടാപ്പിൻ്റെ പുള്ളിംഗ് പ്രഷർ കാരണം ഗ്രാഫൈറ്റിൻ്റെ ഇടയിലുള്ള ലെയേഴ്സ് എന്ന് പറയുമ്പോൾ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആണ്, പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പുള്ളിംഗ് പ്രഷർ കാരണം ഈ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ബ്രേക്കപ്പ് ചെയ്ത് അങ്ങനെ ഈസിലി കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഗ്രാഫൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ ബ്ലൂ പോർഷൻ എന്ന് പറയുന്നത് അഡ്ഹസീവ് ടാപ്പും ഗ്രേ പോർഷൻ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റും ആണ്. അങ്ങനെ ഈ ടാപ്പിൻ്റെ പുള്ളിംഗ് പ്രഷർ കാരണം ഈ ഒരു റിമൂവ് ചെയ്ത് കിട്ടുന്ന ലാസ്റ്റത്തെ ലെയറാണ് ഈ ഗ്രഫീൻ എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഓർഗാനിക് സോൾവെൻറ്റ് എന്ന് പറയുമ്പോൾ N-methyl 2-pyrrolate അല്ലെങ്കിൽ DMF, NN ഡൈമീഥൈൽ ഫോറമൈഡ് അങ്ങനത്തെ സോൾവെൻറ്റ്സ് ആണ്, ഓർഗാനിക് സോൾവെൻറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ കെമിക്കൽ എക്സ്ഫോലിയേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രോലിസിസ് മെത്തേഡാണ്. അതായത് ഒരു ആനോഡ് ഉണ്ടായിരിക്കും, കാഥോഡ് ഉണ്ടായിരിക്കും, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡും, ആനോഡ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഫ്ലേക്സും, പിന്നെ കാഥോഡ് എന്ന് പറയുന്നത് പ്ലാറ്റിനം വയേഴ്സുമാണ്. പിന്നെ നമ്മൾ വോൾട്ടേജ് ബയാസ് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തും പിന്നീട് ആ വോൾട്ടേജ് ബയാസിനെ റിമൂവ് ചെയ്തിട്ട് പിന്നെ ഫിൽട്ടർ ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന മെറ്റീരിയലാണ് ഈ ഗ്രാഫീൻ ബേസ്ഡ് ഇലക്ട്രോ ഗാൽവാനിക് ഷീറ്റ്സ്. പൗഡർ ഫോമിലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അടുത്ത മെത്തേഡ് പറയുമ്പോൾ മോഡിഫൈഡ് ഹമ്മേഴ്സ് മെത്തേഡ്. ഈ മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് ഗ്രാഫൈറ്റ് പൗഡർ ഫസ്റ്റ് പറയാനുള്ളത് മോഡിഫൈഡ് ഹമ്മേഴ്സ് മെത്തേഡിനെ കുറിച്ചിട്ടും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് 3
സ്റ്റെപ്സിലൂടെയാണ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ, പിന്നെ റിഡക്ഷൻ, പിന്നെ പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. പിന്നീട് അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുന്നു. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുന്ന കാരണം ഒരു ഫ്രോത്തിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ അൾട്രാസോണിക്കേഷൻ പ്രോസസ്സ് പറഞ്ഞു. അൾട്രാസോണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ്, സൗണ്ട് എനർജി യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ ഈ ഫ്രോത്തിങ് ഏജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഡിക്രീസസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് വി ഗെറ്റ് എ മോണോ ലെയർ ഓഫ് ഗ്രാഫൈറ്റ് ഓക്സൈഡ്. അങ്ങനെ ഒരു ഗ്രാഫൈറ്റ് ഓക്സൈഡ് അവിടെ മോണോ ലെയർ ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ മെത്തേഡാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം ബോറോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രസ് അങ്ങനത്തെ കെമിക്കൽസ് ആണ്. അപ്പോൾ ഗ്രാഫൈറ്റ് ഓക്സൈഡിന് ഗ്രാഫിൻ കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കിട്ടിയ സാധനത്തിന് നമുക്ക് ഗ്രാഫിൻ കിട്ടി, അങ്ങനെ ഇതിന് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഫിൽട്ടർ. അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ എപ്പിടാക്സി ഗ്രോത്ത്. ഈ ഫിഗറിൽ കാണിച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു സബ്സ്ട്രേറ്റ് ബേസ്ഡ് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ സിലിക്കൺ കാർബൈഡ് ആണ്. അങ്ങനെ ഈ സിലിക്കൺ കാർബൈഡ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സബ്ലിമേഷൻ വഴി ഈ സിലിക്കൺ വാപ്പറൈസ് ചെയ്ത് പോവുകയും കാർബൺ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന മെറ്റീരിയലാണ് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫീനാണ്. ആ ഒരു മെത്തേഡാണ് ഈ എപ്പിടാക്സി ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജ് ഈ കമ്പോസിഷനിൽ ഒരു യൂണിഫോമിറ്റി പ്രസൻ്റ് ആയിരിക്കും. പിന്നെ അടുത്ത ഗ്രാഫീൻ്റെ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ്. ഞാൻ പറഞ്ഞു ഈ ഒരു മെറ്റീരിയലിന് ഇത്രയും ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും കാണിക്കാൻ കാരണം ഹണിക്കും ക്രിസ്റ്റലാറ്റിസ് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ മാസ്ലെസ് ഇലക്ട്രോൺസ്. അപ്പോൾ മാസ് ഇല്ലാത്ത ഇലക്ട്രോൺസ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസും ആ സ്ട്രക്ചറിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസും പിന്നെ ഹണിക്കും ലാറ്റിസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ടും ഈ ഇലക്ട്രോൺസിന് നോ മാസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഈ ഇലക്ട്രോൺസിനും നമ്മളെ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വേഗതയിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടി ഉണ്ട്. പിന്നെ ഹ്യൂജ് പാർട്ടിക്കിൾ ആക്സലറേറ്റേഴ്സിലും ഗ്രഫീൻ ഈ ക്വാണ്ടം ഫീൽഡ് തിയറീസിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫിസിക്കൽ ലബോറട്ടറീസിൽ ഗ്രഫീൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇലക്ട്രോൺസിന് ഡിറാക് ഫെർമിയോൺസ് ആണ് പറയുന്നത്. അതായത് ഡിറാക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഈ ഇലക്ട്രോൺസിനെ ഡിറാക് ഫെർമിയോൺസ് ആണ് പറയുന്നതും. ഡിറാക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ VF = 1 × 10⁶ m/s. പിന്നെ ഗ്രാഫീൻ എന്ന് പറയുന്നത് ഒരു സെമി മെറ്റൽ അല്ലെങ്കിൽ സീറോ ഗ്യാപ്പ് സെമി കണ്ടക്ടറാണ്. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് സാധാരണ ബാക്കി എല്ലാ മെറ്റീരിയൽസിനും ഇതിൻ്റെ ഈ കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കർവ്ഡ് ഷേപ്പ് ആയിരിക്കും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഗ്രാഫീൻ അതൊരു V ഷേപ്ഡാണ്. ഈ ഡിറാക് പോയിന്റും ഡിറാക് കോണും തമ്മിൽ ഒരു ബാൻഡ് ഗ്യാപ്പും ഡിഫറൻസ് തന്നെ ഇല്ല. അതായത് ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ യാതൊരു സ്പേസ് ഡിഫറൻസും ഈ ഗ്യാപ്പ് ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഗ്രാഫീൻ എന്ന് പറയുന്നത് സെമി മെറ്റലോ സീറോ ഗ്യാപ്പ് സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്ട്രക്ചർ കൊണ്ടാണ് ഗ്രാഫീന് ഇത്രയധികം ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഓരോ ഫീൽഡിലും. ഇത്രയധികം ഇലക്ട്രോണിക് ഫീൽഡിലും മെക്കാനിക്കൽ ഫീൽഡിലും ഇത്രയധികം പ്രോപ്പർട്ടീസ് കാണിക്കാൻ കാരണം ഗ്രാഫീൻ്റെ ആ ഒരു സ്ട്രക്ചർ. ഈവൻ ഹീലിയം ആറ്റംസിന് പോലും യൂസ് ചെയ്ത് അതിലേക്ക് കടക്കാൻ പറ്റില്ല. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ അപ്ലിക്കേഷൻസ്. അതായത് ഗ്രാഫീൻ ബേസ്ഡ് ആയിട്ടുള്ള സൂപ്പർ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ബാറ്ററീസിനേക്കാളും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സിന് കഴിയുന്നുണ്ട്. പിന്നെ ഗ്രാഫീൻ ബേസ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഒരു ഗ്രാഫീൻ ബേസ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇനി വരും കാലങ്ങളിൽ വളരെയധികം സ്പീഡ് കൂടിയ ഡിവൈസസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നെംസ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നാനോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം അപ്ലിക്കേഷൻസ് ആണ്, വിച്ച് ഇൻക്ലൂഡിങ് സെൻസർ ആൻഡ് സിഗ്നൽ പ്രോസസ്സിംഗ്. പിന്നെ ഗ്രാഫീൻ സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബയോളജിക്കലായിട്ടും കെമിക്കലായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ കെമിക്കലിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസർ യൂസ് ചെയ്യുന്നത്.
ഗ്രാഫീൻ ബയോളജിക്കലായിട്ട് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാൻ സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്യാൻസർ ഫോം ചെയ്യാനുള്ള പിന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസ് ഒക്കെയാണ് മെയിനായിട്ട് ഡയഗ്നോസ് ചെയ്തത്. അതായത് ഡിറ്റക്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ബയോമാർക്കേഴ്സും ടു ഡയഗ്നോസ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കാർഡിയോ വാസ്കുലർ ഡിസീസ്. പിന്നെ പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഗ്രാഫീൻ ഇപ്പോൾ നമ്മളെ ലെഗിന് എന്തെങ്കിലും ഫ്രാക്ചർ പറ്റി കഴിഞ്ഞാൽ മെറ്റലിന് എന്തെങ്കിലും സർജറി നമ്മൾ ചെയ്യണ സമയത്ത് അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊറോഷൻ വരാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രഫീൻ ബേസ്ഡ് അവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ പറ്റും. കാരണം ഗ്രഫീൻ എന്ന് പറയുന്നത് ഹൈ യങ്സ് മോഡൽസ് ഉള്ളൊരു മെറ്റീരിയലാണ്, ഹൈ റെസിസ്റ്റൻസ് ആണ്, ഹൈ സ്റ്റിഫ്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തേനൊക്കെ ഹെൽത്തിൻ്റെ ആ ഒരു ഫീൽഡിൽ അങ്ങനത്തേന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ സ്ക്രീൻസിൽ യൂസ് ചെയ്യുക ഹൈലി ഫ്ലെക്സിബിൾ ഗ്രഫീൻ ബേസ്ഡ് റോഡ് റിപ്പയർ ടെക്നോളജി ഉണ്ട്. അതായത് ഈ ബൾക്കുമീൻ ടാറിൻ്റെ കൂടെ ഈ ഗ്രഫീൻ്റെ മിക്സർ ആഡ് ചെയ്യുന്ന സമയത്ത് ഹൈലി സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. അപ്പോൾ റോഡ് ബ്രേക്ക് ഔട്ട് ചെയ്യാനൊക്കെ റിഡ്യൂസ് ചെയ്യുന്നു. പിന്നെ എനർജി സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രാഫി ബേസ്ഡ് സൂപ്പർ കപ്പാസിറ്റേഴ്സിലൊക്കെ ലിഥിയം അയോൺ ബാറ്ററീസ് നമ്മൾ ഹവേഴ്സുകളോളം റീചാർജ് ചെയ്യുന്ന സമയം എടുക്കുകയാണെങ്കിലും ഈ ലിഥിയം ഗ്രാഫീൻ ബേസ്ഡ് ആയിട്ടുള്ള സൂപ്പർ കപ്പാസിറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ മിനിറ്റുകൾ മാത്രം മതി റീചാർജ് എടുക്കാൻ. പിന്നെ ഗ്രാഫീൻ കോട്ടിങ്സ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കാരണം ഹൈലി സ്ട്രോങ്ങസ്റ്റ് ആണ്, ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഗ്രാഫീൻ കോട്ടിങ്സ് വെഹിക്കിൾസിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ റെഫറൻസസ്. താങ്ക് യു.